യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. അവൻ അവരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കുചേർന്നില്ല, ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു. അവൻ പീലാത്തോസിന്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അവൻ അത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു. അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. സാബത്തിന്റെ ആരംഭവും. ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കല്ലറ കണ്ടു. അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടു. അവർ തിരിച്ചു ചെന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി. സാബത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23 അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. 1 ചോദ്യം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23 അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം 56. 2 ചോദ്യം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23 അധ്യായത്തിൻ്റെ 1-ാമത്തെ ശീർഷം എന്ത്? ഉത്തരം പീലാത്തോസിൻ്റെ മുമ്പിൽ. 3 ചോദ്യം. ആരൊക്കെയാണ് ഒന്നാകെ എഴുന്നേറ്റ് യേശുവിനെ പീലാത്തോസിൻ്റെ മുൻപിലേക്ക് കൊണ്ടുപോയത്? ഉത്തരം ജനപ്രമാണികളും സംഘവും. 4 ചോദ്യം. അവർ പീലാത്തോസിന് മുമ്പിൽ വെച്ച് യേശുവിൻ്റെ മേൽ എന്തു ചെയ്യാൻ തുടങ്ങിയതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്? ഉത്തരം കുറ്റം ചുമത്താൻ. 5 ചോദ്യം. ഈ മനുഷ്യൻ ആരെ വഴിതെറ്റിക്കുന്നു എന്നാണ് അവർ യേശുവിനെതിരെ കുറ്റമായി ആരോപിച്ചത്? ഉത്തരം ഞങ്ങളുടെ ജനത്തെ. 6 ചോദ്യം. താൻ രാജാവായ ആരാണെന്ന് യേശു അവകാശപ്പെട്ടതായാണ് അവർ കുറ്റം ചുമത്തിയത്? ഉത്തരം ക്രിസ്തുവാണെന്ന്. 7 ചോദ്യം. പീലാത്തോസ് യേശുവിനോട് ചോദിച്ച ചോദ്യം എന്ത്? ഉത്തരം നീ യഹൂദരുടെ രാജാവാണോ? 8 ചോദ്യം. പീലാത്തോസിൻ്റെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത്? ഉത്തരം നീ തന്നെ പറയുന്നുവല്ലോ. 9 ചോദ്യം. യേശുവിൻ്റെ ഉത്തരം കേട്ട പീലാത്തോസ് പിന്നീട് ആരോടൊക്കെയാണ് സംസാരിച്ചത്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും. 10 ചോദ്യം. യേശു ഏത് ദേശക്കാരനാണ് എന്നാണ് പീലാത്തോസ് ചോദിക്കുന്നത്? ഉത്തരം ഗലീലിയക്കാരനാണോ?